ക്വാലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തിയ ഇന്തോനേഷ്യ, മലേഷ്യ സംയുക്തമായ ബാതിക് എയർവേസ് വിമാനത്തിൽ ബുധനാഴ്ച രാത്രിയിലുണ്ടായ ഭീതി നിറഞ്ഞ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും നടുങ്ങുകയാണ്. പിറകിൽ നിന്ന് പെട്ടെന്ന് നിലവിളി കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ വിമാനത്തിന്റെ എമർജൻസി വാതിലിനടുത്തുള്ള ജനാലയുടെ ചില്ല് തകർന്നു കിടക്കുന്നു. അവിടെയുണ്ടായിരുന്ന യുവാവ് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ കാഴ്ച മറക്കാനാവുന്നില്ലെന്ന് മലേഷ്യയിൽ ഹോട്ടൽ വ്യവസായിയായി 2 പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന തങ്കയം സ്വദേശി AG ഷാഫി പറഞ്ഞു. ഇന്ത്യൻ ടൈം ഒരു 10 മണിക്കാൻ തോന്നുന്നു. പിന്നെ പെട്ടെന്ന് മുമ്പിൽ എൻ്റെ ഒരു സീറ്റിന് മുമ്പിലത്തെ സീറ്റിലാണ് അവരുണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് അവരിങ്ങനെ അവിടെ നിന്നിട്ട് ഒരു അക്രമം കാണിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ പിടിച്ച് അവിടെ ഒതുക്കി. രണ്ടാമത് ഇതാകുമ്പോഴാണ് നമ്മൾ പ്രശ്നമാക്കി സൗണ്ടാക്കിയപ്പോൾ ആളെല്ലാം വിളിച്ചപ്പോൾ എയർ ഹോസ്റ്റൊക്കെ വന്ന് നമ്മളവനെ കൈ കെട്ടിയിട്ട് പിന്നെ മുമ്പിൽ കൊണ്ടുപോയി സ്ഥലത്ത് എത്തി. അങ്ങനെ കൊച്ചി വരെ അങ്ങനെ പോയി. ഏകദേശം ഒരു മണിക്കൂർ. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഒരു മണിക്കൂറേ ഉള്ളൂ ഇനി ഏകദേശം കൊച്ചി എയർപോർട്ടിലേക്ക്. അപ്പോൾ അവിടെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നിട്ട് അങ്ങനെ മുമ്പിൽ പോയി സ്ഥലത്ത് കൊണ്ട് അവനെ എത്തിയിട്ട് അപ്പുറം അവിടെ കാവലിരുന്നിട്ട് അവിടെ കൊടുക്കുകയായിരുന്നു. മലേഷ്യ KMCC പ്രസിഡന്റ്, പയ്യന്നൂരിനടുത്ത് വെള്ളൂർ സ്വദേശി KP നാസർ ഹാജി, സെക്രട്ടറി MA റഹീം, ബഷീർ സഖാഫി, N അബ്ദുൽ ലത്തീഫ്, ഷാഫി എന്നീ മലയാളി യാത്രക്കാരുടെ ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത്. രാത്രി 11 മണിക്ക് ശേഷം കൊച്ചിയിലിറങ്ങേണ്ട വിമാനം രാത്രി 10 മണി കഴിഞ്ഞ സമയത്താണ് സംഭവത്തിന്റെ തുടക്കം. വിമാനത്തിൽ കയറിയപ്പോൾ തന്നെ യുവാവിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയിരുന്നുവെന്ന് മലേഷ്യയിൽ ബിസിനസ് നടത്തുന്ന ഷാഫി പറഞ്ഞു. എമർജൻസി എക്സിറ്റിനോട് ചേർന്ന സീറ്റ് ആവശ്യപ്പെട്ടാണ് ഇയാൾ ഇരുന്നത്. എന്നാൽ യാത്ര സാധാരണ നിലയിൽ തുടർന്നതിനാൽ കൂടുതൽ സംശയിച്ചില്ല. കൊച്ചിയിലെത്താൻ 1.5 മണിക്കൂറോളം ബാക്കിയിരിക്കെയാണ് വിമാനത്തിനുള്ളിൽ പെട്ടെന്ന് ബഹളം ഉയർന്നത്. 4 മണിക്കൂറിലേറെ യാത്രയായതിനാൽ മിക്ക യാത്രക്കാരും ഉറക്കത്തിലുമായിരുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് യുവാവ് എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതായി കണ്ടത്. അതിക്രമം കാട്ടിയ പാലക്കാട് സ്വദേശി 40-കാരനായ ഷംസീർ എന്ന യുവാവിനെ ഷാഫിക്കൊപ്പം യാത്ര ചെയ്തിരുന്ന മറ്റുള്ളവരും ചേർന്നാണ് ആദ്യം തടഞ്ഞത്. യുവാവിനെ തടയാൻ ശ്രമിച്ച അബ്ദുൽ ലത്തീഫിന് മർദ്ദനമേറ്റു. പിന്നാലെ മറ്റ് യാത്രക്കാരും വിമാന ജീവനക്കാരും ചേർന്ന് യുവാവിനെ കീഴ്പ്പെടുത്തി. ഇതിനിടയിലും വീണ്ടും എമർജൻസി വാതിലിലേക്ക് പാഞ്ഞെത്തിയ യുവാവിനെ വിമാന ജോലിക്കാർ കൈകൾ കെട്ടിയാണ് നിയന്ത്രണത്തിലാക്കിയത്. രാത്രി 11:10 വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയതോടെയാണ് 150ഓളം വരുന്ന യാത്രക്കാർക്ക് ആശ്വാസമായത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.